ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഓണം എക്സാമിന്റെ തിരക്കിലായിരിക്കും. റിവിഷനൊക്കെ തകൃതിയായി നടക്കുന്നില്ലേ? യെസ്. ഈ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ് ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോഷ്യൽ സയൻസിന്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യും. ഓൾറെഡി 1ഉം 2ഉം പാഠങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? 3ാമത്തെ ചാപ്റ്ററാണ്. എന്താണ് തേർഡ് ചാപ്റ്റർ? തേർഡ് ചാപ്റ്ററിലോട്ട് കടക്കാം. എല്ലാവരും റെഡിയാണോ? യെസ്. കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, വഴിയും വഴികാട്ടിയും, പാത്ത് ആൻഡ് ഗൈഡിംഗ് ലൈറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കട്ടെ. റെഡിയാണോ? യെസ്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാൻ പോവാണ്. ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ. മക്കളെ, ഈ ഭാഗത്ത് നിന്നും ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ? ഓക്കെ, എന്താണ് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്? 1857. വർഷം ശ്രദ്ധിച്ചിരിക്കണം. ആരൊക്കെയാണ് 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർ? 1ാം സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തുടങ്ങിയ സംഘടന ഏതാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 1885. എന്ത് ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നത്, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കാൻ കാരണമായ ലക്ഷ്യങ്ങൾ, ഒബ്ജക്റ്റീവ്സ്? മക്കളെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്സിൽ നിന്നും പറഞ്ഞതുപോലെ ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കട്ടെ. യെസ്, ശ്രദ്ധിച്ചോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസസ് ദ ഫ്രെയിമിംഗ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനാ നിർമ്മാണത്തെ സ്വാധീനിച്ച കാഴ്ചപ്പാടുകൾ എന്തെല്ലാം? മക്കളെ, നമുക്കൊരു ഭരണഘടന എന്തിനു വേണ്ടിയാണ്? നമുക്കൊരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ഒരു ഭരണഘടന അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ പ്രിക്കേഴ്സർ ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമി. ഇമ്പോർട്ടൻറ്റ്, ഒരു മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഭരണഘടനയുടെ മുൻഗാമി എന്താണ് മക്കളെ? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ആക്ടുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വർഷങ്ങൾ ഉറപ്പായും കൂടെ തന്നെ പറഞ്ഞിരിക്കണം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അടുത്തതിലോട്ട് കിടക്കാം. എന്താണ് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്? മക്കളെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. എന്ത്? സവിശേഷതകൾ. നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ സവിശേഷതകൾ. ഈ പോയിന്റ് എല്ലാം മക്കൾ എന്ത് ചെയ്യണം? എഴുതി തന്നെ പഠിക്കണം. എത്ര പോയിന്റ് ഉണ്ട്? 5 പോയിന്റ് ഉണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. 5 പോയിന്റ് ചോദിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്താണ് മക്കളെ? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതെല്ലാവരും നോട്ട് ചെയ്താ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്ത് ലക്ഷ്യത്തിനായാണ്? എന്താണ് മക്കളെ? 1946 അധികാര കൈമാറ്റ ചർച്ച ചെയ്യാനായി ഇന്ത്യയിൽ സന്ദർശിച്ച ഒരു മിഷനാണ് എന്ത്? ക്യാബിനറ്റ് മിഷൻ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1946. ക്യാബിനറ്റ് മിഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ് മക്കളെ? 1946. ഓക്കെ, അടുത്തതിലോട്ട് പോവാം. എന്താണ്? അപ്പൊ ഭരണഘടനാ നിർമ്മാണ സഭ. ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്താണ് മക്കളെ? ഭരണഘടനാ നിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി? മക്കളെ, സവിശേഷതകൾ. ഈ ക്വസ്റ്റ്യൻസും ഈ ഓരോ പോയിന്റ്സും മക്കളെ, ഈ റൗണ്ട് ചെയ്ത് ഇട്ടിരിക്കുന്ന ഓരോ പോയിന്റ്സും ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വലിയ ചോദ്യങ്ങൾ, വലിയ മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നിന്ന് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. എന്താണ്? സവിശേഷതകൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ. യെസ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നോട്ട് ചെയ്താ? ഓക്കെ, എഴുതി തന്നെ പോണം. ഓക്കെ, യെസ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ. നമ്മുടെ ഈ പാഠം തന്നെ എന്താണ്? ഇന്ത്യൻ ഭരണഘടന സവിശേഷതകൾ. അപ്പൊ എന്തോരം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ആലോചിച്ച് നോക്കി. ഈ ക്വസ്റ്റ്യൻ എന്തായാലും വരാനായിട്ട് സാധ്യതയുണ്ട്. മക്കളെ, പ്രതീക്ഷിച്ചിരുന്നോ ഈ ഭാഗത്ത് നിന്നൊരു ക്വസ്റ്റ്യൻ? ഭരണഘടനയുടെ സവിശേഷതകൾ. ഓരോ പോയിന്റും പോയിന്റ് ആയിട്ട് തന്നെ എഴുതി പഠിക്കണം. ഓക്കെ, എന്താണ്? പാർലമെന്ററി ജനാധിപത്യം, മൗലിക അവകാശങ്ങൾ, മൗലിക കടമകൾ. മക്കളെ, അങ്ങനെ അനേകം സവിശേഷതകളുണ്ട്. ഓക്കെ, ഈ സവിശേഷതകളെല്ലാം തന്നെ എഴുതി തന്നെ മക്കൾ പഠിക്കണം. ഓക്കെ, എന്താണത്? എന്തിന്റെ സവിശേഷതയാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സവിശേഷതകളാണ്. നമ്മളപ്പോൾ എന്താണ്? അടുത്ത ഭാഗത്തിലോട്ട് കിടക്കാം. യെസ്, പോയിന്റുകളെല്ലാം ശ്രദ്ധിച്ചോ? ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓക്കെ, ശ്രദ്ധിച്ചോ? യെസ്, എല്ലാ സവിശേഷതകളും എഴുതിയെടുക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? പോക്സോ ആക്ട്. മക്കളെ, അടുത്ത ഇമ്പോർട്ടന്റ് എന്താണ്? പോക്സോ ആക്ട്. എന്താണ്? പോക്സോ ആക്ട് വന്ന വർഷം 2012. ഏതാണ് മക്കളെ? 2012. 2012. ഓക്കെ, പോക്സോ ആക്ട് വരാൻ കാരണമായ
എന്തുകൊണ്ടാണ് പോക്സോ ആക്ട് വരാൻ കാരണമായത്, അല്ലെങ്കിൽ കുട്ടികൾക്ക് നൽകുന്ന എന്താണ് ഉറപ്പ് നൽകുന്ന അവകാശങ്ങൾ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പോക്സോ ആക്ട് കുട്ടികൾക്ക് എന്ത് അവകാശങ്ങളാണ് ഉറപ്പ് നൽകുന്നത്? എന്താണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏതൊരു കുട്ടിക്കും പേടി കൂടാതെ ജീവിക്കാൻ അവകാശമുണ്ട്. ഈ അവകാശങ്ങൾ ഉറപ്പ് നൽകുന്നതാണ് പോക്സോ ആക്ട്. മക്കളെ, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയും പോക്സോ ആക്ടിന് കീഴിൽ വരുന്നു. ഓക്കെ, ഇതെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ഈ ഭാഗം മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോക്സോ ആക്ട് ചോദിക്കാൻ, നമ്മുടെ ഈ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, യെസ്, നെക്സ്റ്റ് അടുത്തിലോട്ട് പോവാം. പോക്സോ ആക്ടിന്റെ തന്നെ CWPO, ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് പോക്സോ മോണിറ്ററിംഗ് സെൽ? അതും ചോദിക്കാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. യെസ്, ശ്രദ്ധിച്ചാം. ഓക്കെ, അടുത്തിലോട്ട് പോവാം. റെഡി? യെസ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? മക്കളെ, നമ്മുടെ ഭരണഘടനയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? മക്കളെ, നമ്മുടെ ഭരണഘടനയുടെ പ്രവർത്തനങ്ങൾ, ഈ പോയിന്റ്സ് എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഓരോ പൗരന്മാരുടെയും റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഏതാണ്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് അറിയപ്പെടുന്നത്? ഒരു ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ്. എന്താണ് മക്കളെ? ഫണ്ടമെന്റൽ ഡോക്യുമെന്റ് ആണ്. നമ്മുടെ രാജ്യത്തിൽ ഒരു സേഫ് ഗാർഡായിട്ട് നിൽക്കുന്നതാണ്, കാവൽക്കാരനെ പോലെ നിൽക്കുന്നതാണ് നമ്മുടെ ഭരണഘടന. നമ്മുടെ അധികാര ദുർവിനിയോഗത്തിനെതിരെയൊക്കെ ഒരു സേഫ് ഗാർഡായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, വാട്ട് ആർ ദ ഫങ്ഷൻസ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫങ്ഷൻസ് മക്കളെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. യെസ്, അടുത്ത ദിവസത്തിലോട്ട് പോവാം. ഓക്കെ ആണോ? ഉഷാറായിട്ടിരിക്കല്ലേ? അടുത്ത ദിവസത്തിലോട്ട് പോവാം. നോക്കിക്കോട്ടെ. യെസ്, എന്താണ് നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ നേരിടുന്ന വിവിധ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ വേരിയസ് ചാലഞ്ചസ് വൈൽ ഇംപ്ലിമെന്റിംഗ് ലോസ്? നമ്മുടെ നാട്ടിൽ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ എന്തൊക്കെ വെല്ലുവിളികൾ, ചാലഞ്ചസ് എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്? ഓക്കെ, എന്താണ് ജനങ്ങളുടെ വ്യത്യസ്ത താല്പര്യങ്ങൾ? ഓക്കെ, എന്താണ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്? മക്കളെ, ഇതെല്ലാം വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. മക്കളെ, നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ള എല്ലാം തേർഡ് ചാപ്റ്ററിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. എല്ലാവരും എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, ഈ ചാപ്റ്ററിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരു മാർക്ക് പോലും കളയേണ്ടതില്ല. ഓക്കെ, എല്ലാം ഈസിയാണ്, നമ്മളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഉഷാറാണ് എല്ലാവരും? ഓക്കെ അല്ലേ? യെസ്, ഓൾ ദി ബെസ്റ്റ്.